മോർണിംഗ്, അമൃത മിസ് ആണ്. അപ്പൊ എല്ലാ മക്കളും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ സമാന്തര വരകൾ എന്ന് പറയുന്നത്, അതായത് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്കൊന്ന് സിമ്പിൾ ആക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഈ പാരലൽ ലൈൻസിൽ നമ്മൾ ഒരുപാട് കോണുകളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലടാ. കോണുകളുടെ ഒരു കളി തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ നമ്മളുടെ മക്കൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയ സാധനം ഏറ്റവും എളുപ്പമാക്കി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് മിസ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും റെഡി ആണല്ലോ? ഈ സമാന്തര പാരലൽ ലൈൻസിൽ നമുക്ക് 8 ആംഗിളുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. 8 ആംഗിളുകളെ കുറിച്ച് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ, അയ്യോ 8 ആംഗിളുകളോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വരും. പേടിക്കണ്ട, ഇത്രയാണ് ആ 8 ആംഗിൾസ്. ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 8 ആംഗിൾ ഒന്നും ഓർത്ത് വെക്കുക. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് പതിപ്പിച്ച് വെച്ചോളാം. ഇതാണ് ഇതിലെ മെയിൻ താരം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ഒന്നാമത്തെ ലൈൻ, ഇത് രണ്ടാമത്തെ ലൈൻ. ഓക്കെ, ഈ 2 ലൈൻ പാരലൽ ആണ്, അതായത് തമ്മിൽ മുട്ടാതെ ഇങ്ങനെ പോകുന്ന ലൈനാണ്. അതിനെ മൂന്നാമത്തെ ഒരു വര ഇങ്ങനെ വന്ന് കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 8 ആംഗിളുകൾ ഉണ്ടാവുന്നുണ്ട്. 1, 2, 3, 4. ഞാൻ പേര് കൊടുത്താൽ ശ്രദ്ധിക്കണം. 1, 2, 3, 4 ഇങ്ങനെ തന്നെ നിങ്ങളും പേര് കൊടുക്കണം. 5, 6, 7, 8. ഇതാണ് മിസ് പറഞ്ഞ 8 ആംഗിളുകൾ. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള 8 ആംഗിളുകൾ. ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 8 ആംഗിളുകൾ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മിസ് കൊടുത്തപ്പോ പച്ച കണ്ടോ, 1ഉം 3ഉം 5ഉം 7ഉം ഇതെല്ലാം എന്താണ്? കുഞ്ഞ് ആംഗിളുകളാണ്. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും. ഈ ഒന്നാമത്തെ ആംഗിളും മൂന്നാമത്തെ ആംഗിളും 5ാമത്തെ ആംഗിളും 7ാമത്തെ ആംഗിളും കുഞ്ഞ് ആംഗിളുകളാണ് അല്ലെ? സ്മോൾ ആംഗിൾസ് ആണ്. ഇവരെല്ലാവരും ഈക്വൽ ആണ്. അതായത് 1ഉം 3ഉം 5ഉം 7ഉം തുല്യമാണ്. ഈ തുല്യമാണ് എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്പർ കൊടുത്താൽ മാത്രമേ ഇത് തുല്യമാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സാധനത്തിൽ എങ്ങനെയാ നമ്പർ കൊടുത്തേ എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇനി നോക്കുക, 2ഉം ഇതിവിടെ 2, 4, 6, 8. 2, 4, 6, 8 നമ്മുടെ ഈവൻ നമ്പേഴ്സ് അല്ലെ, ഇരട്ട സംഖ്യകൾ. ആ നമ്പറുള്ള ആംഗിൾസ് ഒക്കെ എന്താണ്? ബിഗർ ആണ്. ഇത് ചിലപ്പോൾ തിരിഞ്ഞും വരും കേട്ടോ, പക്ഷെ ഇവരെല്ലാരും എന്തായിരിക്കും? എപ്പോഴും തുല്യമായിരിക്കും. ഈ 4 പേരും തുല്യമായിരിക്കും, ഈ 4 പേരും തുല്യമായിരിക്കും. ചെറുതും വലുതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമെങ്കിലും ഇവർ 2 കൂട്ടരും എന്തായിരിക്കും? തുല്യമായിരിക്കും. 1, 3, 5, 7ഉം 2, 4, 6, 8 ഈ 2 സെറ്റ് ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായി, ഇവരൊക്കെ ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് ഈ 8 ആംഗിൾ. പേര് കൊടുത്ത് ശ്രദ്ധിച്ചോളാം. ഇതാണ് ഇവിടെ ഒന്നാമത് പഠിക്കേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വേറെ ഒന്നുമില്ല ഇതിൽ കാര്യമായിട്ട്. 1ഉം 3ഉം ഈക്വൽ ആണ്, 5ഉം 7ഉം ഈക്വൽ ആണ്, 2ഉം 4ഉം 6ഉം 8ഉം തുല്യമാണ്. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് സെറ്റായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സമാന കോണുകൾ, അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ്. മക്കളെ റെഡിയാണോ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ലൈൻസ് വരയ്ക്കാം. രണ്ട് പാരലൽ ലൈൻസ് വരച്ചു. 2 പാരലൽ ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ മക്കൾക്ക്? ഇതിനെ മൂന്നാമതൊരു ലൈൻ വന്ന് കട്ട് ചെയ്യാണ്. മൂന്നാമതൊരു ലൈൻ വന്ന് ഇതിനെ കട്ട് ചെയ്യുന്നു. അവിടെ എത്ര ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്? 8 ആംഗിളുകൾ ഉണ്ടാവുന്നുണ്ട്. 1, 2, 3, 4. മിസ് നമ്പർ കൊടുത്തത് ശ്രദ്ധിച്ചോ? അങ്ങനെ കൊടുക്കണം കേട്ടോ. 5, 6, 7, 8 ഇതാണ് 8 ആംഗിളുകൾ. ഇനി ഈ ആംഗിളുകളിൽ ആരൊക്കെയാണ് സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്? ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. F എന്ന് പറയുന്ന ആൽഫബറ്റ്. F എന്ന ആൽഫബറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സമാന കോണുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. F എന്ന ആൽഫബറ്റ് അറിയാമെങ്കിൽ നിങ്ങൾ സമാന കോണുകൾ പഠിച്ചിരിക്കുന്നു. ഇവിടെ നോക്കുക,
ഈ എഫ് എന്ന ആംഗിൾ ഇവിടെ നോക്കുക. ഞാൻ ഇവിടെ ഒരു എഫ് എന്ന് കാണും. നിങ്ങൾക്ക് ഇവിടെ ഒരു എഫ് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു എഫ് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയുള്ള ആംഗിൾസ് ഏതൊക്കെയാ? 4ഉം 8ഉം. ഇവിടെ 4ഉം 8ഉമാണുള്ളത്. 4ഉം 8ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. 4 and 8 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഫിനെ തപ്പി പോയാൽ മതി. എഫ് ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. മനസ്സിലാക്കിക്കോളുക. എഫ് എന്ന് പറയുന്ന ആൽഫബറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംശയം ഉണ്ടാവും, മിസ്സേ അങ്ങനെയാണെങ്കിൽ എല്ലാ ആംഗിൾസും അങ്ങനെയാണോ? നോക്കടാ, നമുക്ക് നോക്കാം. വെച്ചു. ഇനി രണ്ടാമത്തെ എഫ് ഇവിടെ നോക്കിക്കോ. രണ്ടാമത്തെ എഫ് ഇപ്പൊ വരുവേ. ഞാൻ എഫിനെ ഒന്ന് തിരിച്ചിട്ടു. ഇവിടെയും 2 ആംഗിൾസ്, അതായത് 3ഉം 7ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. 3ഉം 7ഉം സമാന കോണുകളാണ്. മറന്നു പോവോ ഇനി? 3ഉം 7ഉം സമാന കോണുകളാണ്. ഓക്കെ, അടുത്ത ആളെ നോക്കാം നമുക്ക്. അടുത്ത എഫ് നോക്കാം എവിടെയാ വരുന്നതെന്ന്. അടുത്ത എഫ് ഇതാ ഇങ്ങനെ വന്നു. അടുത്ത എഫ് കണ്ട, എഫിനെ ഒന്ന് തിരിച്ചിട്ടു. ഇവിടെ ഏതൊക്കെയാണ്? 5ഉം 1ഉം. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ 5ഉം ആംഗിൾ 1ഉം സമാന കോണുകളാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇനി ഒരു സെറ്റ് കൂടി ഉണ്ട്. ഏതാണ്? ഇവിടെ നോക്കുക. ഇതേപോലെ ഞാൻ തിരിച്ചിട്ടു. ഏതൊക്കെയാണ്? 2ഉം 6ഉം. 2ഉം 6ഉം എന്താണ്? സമാന കോണുകളാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഏതൊക്കെയാ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന്. ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു ലൈന് വരയ്ക്കുന്നു. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈന് വരയ്ക്കാം. ഓക്കെ, ഒരു ലൈന് വരയ്ക്കാം. ആദ്യം നമ്മൾ ഒരു ലൈന് വരച്ചു. പാരലായിട്ട്, അതിന് പാരലായിട്ട് രണ്ടാമത്തെ ലൈന് വരച്ചു. പിന്നെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ഒരു ലൈന് വന്നു. ഇവിടെ നമുക്ക് 8 ആംഗിളുകളാണ് ഫോം ചെയ്തിട്ടുള്ളത്. 1 2 3 4 5 6 7 8. ഈ എഴുതിയ ഓർഡർ മക്കളെ ഒരിക്കലും തെറ്റിക്കരുത്. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ മാറിപ്പോകും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് എന്ന് എഴുതി നോക്കുക. എഫ് എന്റെ ആദ്യത്തെ എഫ് ഇതാണ്. ഇതിലുണ്ടാക്കിയ ആംഗിൾ ഏതൊക്കെയാണ്? 4ഉം 8ഉം. അപ്പൊ എന്റെ ഒന്നാമത്തെ സമാന കോണുകൾ എന്ന് പറയുന്നത് 4ഉം 8ഉമാണ്. ഒന്നാമത്തെ സമാന കോണുകൾ. ഇനി രണ്ടാമത്തെ സമാന കോൺ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളെ ഞാൻ വരയ്ക്കുകയാണ്. 3ഉം 7ഉം. അപ്പൊ എനിക്ക് എഴുതാം 3ഉം 7ഉം എന്താണ്? സമാന കോണുകളാണ്. അടുത്തതാ തിരിച്ചിടുന്ന എഫിനെ തലകുത്തനെ ഉണ്ടായിരിക്കുന്ന ആരൊക്കെയാണ്? 1ഉം 8ഉം. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1ഉം 8ഉം സമാന കോണുകളാണ്. കണ്ടോ? 1ഉം 8 അല്ല 5. 1ഉം 5ഉം സമാന കോണുകളാണ്. കണ്ടോ? ഇവിടെ ഉള്ളിലുള്ള ആംഗിൾ 1ഉം 5ഉം. കണ്ടോ? ഈ ഉള്ളിലുള്ള ആംഗിൾ ആണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? പുറത്തത്തെ ആംഗിൾ എടുക്കരുത്. ഉള്ളിലുള്ള ആംഗിൾ എടുക്കണം. 1ഉം 5ഉം സമാന ആംഗിളുകളാണ്. ഇനി ലാസ്റ്റ് ആരാണ്? 2ഉം. ലാസ്റ്റ് ആരാണുള്ളത്? 2ഉം 6ഉം. 2ഉം 6ഉം സമാന കോണുകളാണ്. ഇങ്ങനെ എഫ് എന്ന സാധനത്തെ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈസി ആയിട്ട് നമ്മളുടെ സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്ക് എടുക്കുക. ബുക്കിൽ ഇതേപോലെ വരച്ചു നോക്കുക. സമാന കോണുകൾ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒക്കെ ക്ലിയർ ആയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് താഴെ അറിയിക്കുക. സോ താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.